പഴയകാലത്തൊക്കെ ഒരു പെൺകുട്ടിയെ കല്യാണത്തിന്റെ സദസ്സിൽ പരസ്യമായി കറക്കുകയും പിടിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ചെയ്യുന്നത് നാടന്മാർക്ക് പോലും നാണക്കേടായിരുന്നു. അല്ലെ, നാടന്മാരിഷ്ടം പോലെ ഈ സദസ്സിലുണ്ട്. സാധാരണക്കാരിൽ സാധാരണക്കാരായ വല്ല വിജ്ഞാനവും കിതാബും അതിന്റെ അപ്പുറമൊന്നും പഠിച്ചു ബിരുദെടുക്കാത്ത സാധാരണ ജനങ്ങൾ അവരെന്തെങ്കിലും കാട്ടിക്കൂട്ടിയ നാട്ടുകാരെ പ്രത്യേകിച്ചൊന്നും പറയൊന്നുമില്ല. അങ്ങനത്തെ ആളുകൾക്ക് പോലും പരസ്യമായിട്ട് ഒരു സ്റ്റേജിൽ വെച്ച് തന്റെ ഭാര്യനെ കറക്കലും പിടിക്കലും കെട്ടിപ്പിടിക്കലും മുത്തം വെക്കലും അതൊക്കെ ഒരു നാണക്കേടായിരുന്നു. ഇന്ന് അതൊക്കെ മൂല്യാമാരും ചെയ്യാൻ തുടങ്ങിയ കാലമാണ്. ഹബീബിന്റെ ഓരോ വാക്കും നമ്മുടെ മുന്നിൽ ഇങ്ങനെ പുലർന്നുകൊണ്ടിരിക്കും. അതിനെ സംബന്ധിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ന്യായീകരണം. എന്തിനാണ് ഒരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് പോകുന്നത്? എന്തിനാണ് ഒരാളുടെ പേഴ്സണലായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇടപെടുന്നത്? എന്താണ്? അവരവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അയ്യുർഫഅൽ ഇൽമു വയസ്ബുതൽ ജഹ്ലു. ജഹ്ലി എന്ന് പറയുന്ന ജഹാലത്ത്, അന്ധകാരം എന്ന് പറയുന്നത് അത് വ്യാപകമാകുകയും സ്ഥിരപ്പെടുകയും ചെയ്യും. ഒരാള് ഇൽമു പറഞ്ഞു കൊടുത്താൽ അത് കേൾക്കാനുള്ള മാനദണ്ഡമില്ല. അത് കേൾക്കാനോ മനസ്സിലാക്കാനോ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനോ ഉള്ള താല്പര്യം പോലും കാണിക്കാത്ത വിധം ജഹാലത്ത് സ്ഥിരപ്പെടുന്ന കാലം വന്നാൽ നിങ്ങൾ ഖിയാമത്തിനെ പ്രതീക്ഷിച്ചോ. ആര് പറഞ്ഞു? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.